കഞ്ചാവ് കേസിൽ നിന്ന് പ്രതിഭ MLA-യുടെ മകനെ ഒഴിവാക്കിയ എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. വിവരങ്ങളുമായി ദേവൻ MP നമുക്കൊപ്പം ചേരുകയാണ്. ദേവൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഏറെ സംഭവവികാസങ്ങൾ നടന്ന ഒരു കേസ് തന്നെയായിരുന്നു കായംകുളം MLA ആയിട്ടുള്ള പ്രതിഭ MLA-യുടെ മകന്റെ പേരിലുള്ള ഈ കഞ്ചാവ് കേസ്. അതിലിപ്പോൾ അന്വേഷണ സംഘം ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. 3 മുതൽ 9 വരെയുള്ള പ്രതികളെ കുറ്റക്കാരല്ല എന്നുള്ള ഒരു കണ്ടെത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കേസിലെ 1ഉം 2ഉം പ്രതികൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ കേസിലെ പ്രതികളായിട്ട് വരുന്നത്. 3 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരല്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു സംഭവം വലിയ ചർച്ചയായുള്ള സംഭവമായിരുന്നു. ഒന്നാമത് ഈ പറയുന്ന പോലെ കായംകുളം MLA-യുടെ മകനായിട്ടുള്ള കനിവാണ് ഈ കേസിൽ ഒരു പ്രതിയായിട്ട് വന്നിരിക്കുന്നതിന് ശേഷം ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ച വന്നതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പിടികൂടുന്ന സമയത്ത് ഇവരുടെ ആരുടെയും വൈദ്യപരിശോധന നടത്താതെയാണ് ഈ കേസിൽ ഈ കനി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CA മഹേഷിനെതിരേക്ക് ഒരു വകുപ്പ് തല അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഭ MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അശോക് കുമാറിനും ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വകുപ്പ് തല ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്, റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കുറ്റപത്രവും സമർപ്പിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ബിനിൽ, ശരി, ദേവനാണ് വിവരങ്ങൾ നൽകിയത്. കഞ്ചാവ് കേസിൽ നിന്ന് പ്രതിഭ MLA-യുടെ മകനെ ഒഴിവാക്കിയിരിക്കുകയാണ്. എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ബാക്കി പ്രതികൾക്കെതിരായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും.